ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് മാസ്ക് ഉണ്ടല്ലോ. നമ്മളെ കോഫി പൗഡറും മഞ്ഞപ്പൊടിയും മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റാക്കി എടുക്കുന്ന ഒരു ഫേസ് മാസ്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. കുറേ ആയി ഞാനിത് ട്രൈ ആക്കണം വിചാരിച്ച് നടക്കുന്നു. പക്ഷേ ടൈമൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ചിലപ്പോൾ ടൈം സെറ്റ് ആകുമ്പോൾ സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ഉള്ള സ്ഥിതിക്ക് അതൊന്നും ട്രൈ ചെയ്യാതെ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ അതേപോലെ തന്നെ കോഫി പൗഡർ, പിന്നെ കുറച്ച് മുട്ടയുടെ വെള്ളം മാത്രം. അത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ വെച്ചാൽ മുഴുവനായിട്ടൊന്നും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതിയാവും. ഇത് നല്ലോണം മിക്സ് ആക്കണം. അത് മുട്ടയിൽ ഒറ്റടിക്ക് മിക്സ് ആവില്ല. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. ഇത് ഭയങ്കര എഫക്റ്റ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് കുറേ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇത് ട്രൈ ആക്കാൻ വിചാരിച്ചത്. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ടൈം വേണമെന്നുള്ളൂ, കാരണം ഇത് ഉണങ്ങി കിട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ റിസൾട്ട് അമേസിങ് തന്നെയാണ്. നല്ല റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു മാറ്റം. അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇടുന്നതിന് മുമ്പ് നമ്മളെ മുഖത്ത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. അത് നല്ല രീതിയിൽ തന്നെ പിശുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്മെല്ലുണ്ടാവും. സ്മെല്ല് എന്നാൽ അത്രയ്ക്ക് ബാഡ് സ്മെല്ലൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നുമല്ല. കാരണം മുട്ടൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് ഈ കോഫിക്ക് നല്ല സ്മെല്ലാണല്ലോ. അതും മഞ്ഞെണ്ണി സ്മെല്ലും പാടെ വരുമ്പോൾ അത്രക്കണ്ട് മോറില്ല. എന്നാലും നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ ഒരു ചെറിയ ചടപ്പൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ റിസൾട്ട് ആലോചിച്ചിട്ട് നല്ല രീതിയിൽ തേച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ട് എന്തായാലും തേച്ച് നല്ല സെറ്റാക്കി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇത് തേക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ മുടികളൊക്കെ നല്ലോണം ഒതുക്കി കെട്ടിന് ശേഷം മാത്രം നമ്മളിത് ട്രൈ ചെയ്യുക. കാരണം ഞാനിത് മുടി ശരിക്ക് കെട്ടിയിട്ടുണ്ടായില്ല, ചെറിയ ചെറിയ മുടികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് അത് പറിക്കാൻ നേരത്താണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. കാരണം നല്ല പെയിൻ ഉണ്ടാവും. മുടികളൊക്കെ നല്ല രീതിയിൽ ബാക്കിക്ക് ടൈ ചെയ്തതിന് ശേഷം സെറ്റാക്കുക. ഞാൻ എന്തായാലും അത് ചെയ്യാൻ മറന്നു, അതുകൊണ്ട് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കഷ്ണം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് അത് അവിടെ ഒട്ടി നിൽക്കും. പിന്നെ അതിങ്ങനെ വെക്കണോട് കൂടി തന്നെ അതിൻ്റെ മുകളിലൊരു കോട്ടിങ്ങായിട്ട് നമ്മൾ മുട്ടൻ്റെ ഇത് നമ്മൾ തേച്ച് കൊടുക്കുക. ഇത് കുറച്ച് റിസ്ക്കാണ്, കാരണം ഞാൻ വീഡിയോ കൂടെ എടുക്കണോണ്ട് എനിക്ക് അല്ലെങ്കിൽ കണ്ണാടിൻ്റെ മുമ്പ് പോയിട്ട് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. ഞാനിത് ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിക്കിടും. നമുക്ക് ഒരാൾ സെറ്റാക്കി തരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്ത് തരാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ചിലപ്പോൾ ഒറ്റയടിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റ് ആക്കണം. കാരണം ഇത് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രസമാണ്. ഇത് ഒറ്റയ്ക്ക് ചെയ്യണില്ലേറെ ആരെങ്കിലുമൊക്കെ ഒപ്പം കൂട്ടിയിട്ട് ചെയ്യേക്കോ ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് തരാനും പിന്നെ നമ്മളെ എക്സ്പ്രഷനൊക്കെ കാണാനും ഒരാളും കൂടി ഉണ്ടാവുമല്ലോ. കാരണം എല്ലാവർക്കും പെയിൻ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ എനിക്കത് ഞാൻ പറഞ്ഞല്ലോ, മുടി കുടുങ്ങിയതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു വലിച്ചെടുത്തപ്പം. അത് ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ ഞാൻ കുറച്ച് നല്ലോണം ഒട്ടിച്ച് വെച്ചു. ഇനി വല്ല ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ട് അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. അത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആ മുട്ടൻ്റെ ഇതും ആക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. നമ്മൾ പിന്നെ എന്ത് കാര്യം മുഖത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്കിന്നിൽ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇത് എല്ലാ സ്കിന്നിനും പറ്റുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഇത് വർക്കായി. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സെറ്റാക്കി വെക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലാത്തിലും നോക്കിയാൽ ഇതാ കാണണ്ട. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യാൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് മൊത്തത്തിൽ തയ്ച്ചെടുത്തു. എനിക്കത് കണ്ടിട്ട് ആര്യനെ കണ്ടിട്ട് പേടിച്ച് അമ്മ ഇതെന്ത് ഇങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോലും അതൊരു കോമഡി ഫീലെടുത്തിട്ടോ. ഇത് ഉണങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സമയം എടുക്കുന്നുണ്ടാവും. ഞാനപ്പോൾ എനിക്ക് കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ എൻ്റെ കിച്ചണിൽ പോയിട്ട് എൻ്റെ പണികളൊക്കെ എടുത്ത് പിന്നെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം എന്തായാലും പിടിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഉണങ്ങാൻ. പിന്നെ ഞാൻ അത്യാവശ്യം കട്ടിക്കിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അത് ഉണങ്ങാനും കുറച്ച് ടൈം എടുത്തു. പിന്നെ ഇതെനിക്ക് എവിടുന്ന് പറിച്ച് തുടങ്ങണമെന്നൊരു പിടുത്തവും കിട്ടണില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല വേദന ഉണ്ടായിരുന്നു, മുടിയൊക്കെ കുടുങ്ങിയത്. ഒരു സൈഡിൽ നിന്ന് ഞാൻ പറിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടണില്ല. ഞാൻ മൊത്തം മുകളിൽ നിന്നും താഴെന്നൊക്കെ വലിച്ചു നോക്കി. എനിക്കിത് എവിടെ നിന്ന് ഫസ്റ്റ് എടുക്കണം എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നുണ്ടായില്ല. എന്തായാലും ഇനിയിപ്പോൾ അത് പറിച്ചെടുക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അത് പറിച്ചെടുക്കുന്നത്.
എനിക്ക് ചിരിക്കാണോ വേണ്ടത് കരയാണോ വേണ്ടതെന്ന് അറിയണില്ല. അത് ആ മുടി കുടുങ്ങിയോണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നോർമൽ പെയിനൊക്കെ ഉണ്ടാവും, അത്രയ്ക്ക് വലിയ വേദന എന്നൊന്നും പറയാൻ. പക്ഷേ അതൊരു ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോരുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള പരിപാടി അതിങ്ങനെ വലിച്ചെടുക്കണത്. എനിക്ക് ഈ മുടി കുടുങ്ങിയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കിതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു സാറ്റിസ്ഫിക്കേഷനൊക്കെ തോന്നും. കാരണം അതിങ്ങനെ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നുണ്ട്. അത് എടുക്കുമ്പോൾ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റായ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ വേദന സഹിക്കാൻ നമുക്കും തോന്നും. എല്ലാവർക്കും ഇത് പെയിൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ചെറിയ പെയിനൊക്കെ ഉണ്ടായിന് അത് പറിച്ചെടുത്തപ്പോൾ. മൂക്കിൻ്റെ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഞാൻ നല്ല കട്ടിക്കിട്ടതുകൊണ്ട് അതെടുത്തപ്പോൾ എനിക്ക് നല്ല അതുമ്മ നോക്കുമ്പോൾ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും കാണാണ്ടായില്ല. പക്ഷേ എനിക്കിങ്ങനെ കണ്ണാടിയിൽ അതിന് ശേഷം നോക്കിയപ്പോൾ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് പോലെ ഫീൽ ചെയ്തു. എന്തായാലും റിസൾട്ട് ഉണ്ട്. സാധനം വൈറലായത് വെറുതെ ഒന്നല്ല. നമുക്ക് എന്തായാലും അത് നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും റിസൾട്ട് ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തതിൽ മഞ്ഞൾ കുറച്ച് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കുറച്ച് മഞ്ഞ കളർ മുഖത്തുണ്ടായിന്. അപ്പോൾ മഞ്ഞൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി അതില്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും തോന്നുന്നു. മഞ്ഞളില്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ പറിച്ചെടുത്തു. ബാക്കി ഞാൻ ഒരു നല്ല വെള്ളം കൂട്ടിയിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കണ്ണാടിൻ്റെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇത്ര ടൈം എടുത്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും നല്ല റിസൾട്ട് ഉണ്ട്. ഇത് മുഖത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളെ പണികളൊക്കെ എടുക്കുക. എന്തായാലും അരമണിക്കൂർ എന്തായാലും വേണം ഇത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഞാനത് പറിച്ചെടുത്തു. അതിന് ശേഷം എനിക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ ഡേറ്റിൻ്റെ മുഖത്ത് ഭയങ്കര പിമ്പിൾസും അതിൻ്റെ മാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത് എഫക്റ്റീവോ നോക്കാൻ വേണ്ടിയിട്ട്. അത് മുഖത്ത് നല്ലൊരു വിസിബിളായിട്ടുള്ള റിസൾട്ട് തന്നെ എന്തായാലും കാണാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.